വെൽക്കം ടു ഏഗൺ ലേണിംഗ്. മക്കളെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫിസിക്സിലെ ഒന്നാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്ററിലെ കംപ്ലീറ്റ് ഇക്വേഷൻ സമവാക്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഫിസിക്സിലെ നാലാമത്തെ ചാപ്റ്റർ, അതായത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശത്തിന്റെ പ്രതിപതനം, അതുപോലെ അഞ്ചാമത്തെ ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശത്തിന്റെ അപവർത്തനം, ഈ രണ്ട് ചാപ്റ്റേഴ്സിലെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് വേണ്ട ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ നമുക്ക് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെ കൂടെ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ആദ്യം വരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്തായിരുന്നു? n is equal to 360/θ-1. എന്താണ് ഈ n എന്ന് പറഞ്ഞാൽ? പ്രതിബിംബങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് ആണ്. എന്താണ് തീറ്റ? ആംഗിൾ ബിറ്റ്വീൻ മിറേഴ്സ് ആണ്, അല്ലെങ്കിൽ ഈ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവാണ് എന്ത്, തീറ്റ. ഓക്കെ, അപ്പൊ ഇതെന്താണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ഇവിടെ രണ്ട് മിറർ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ? ഈ രണ്ട് ദർപ്പണങ്ങൾ തമ്മിൽ ഒരു പ്രത്യേക കോണളവ് അല്ലെങ്കിൽ ഒരു ആംഗിൾ നിങ്ങൾ കാണുന്നുണ്ട്. എത്ര ആംഗിളാണ് കാണുന്നത്? 90 ഡിഗ്രിയാണ് കാണുന്നത് അല്ലെ? ഇനി ഈ രണ്ട് ദർപ്പണങ്ങളുടെ മുന്നിലായിട്ട്, ഈ രണ്ട് മിറേഴ്സിന്റെ മുന്നിലായിട്ട് നമ്മൾ എന്ത് വെക്കുന്നു? ഒരു ഒബ്ജക്റ്റ് വെക്കുന്നു, ഒരു വസ്തു വെക്കുന്നു. അപ്പൊ ആ വസ്തുവിന്റെ ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബങ്ങൾ നമ്മൾ എവിടെ കാണും? ആ കണ്ണാടികളിൽ കാണും. അപ്പൊ എത്ര എണ്ണം കാണും എന്ന് കാണാനുള്ള ഇക്വേഷൻ ആണെന്ത്, ഈ ഇക്വേഷൻ. എങ്ങനെ ചെയ്യാം? n is equal to അല്ലെ നമ്പർ ഓഫ് ഇമേജസ് അല്ലെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം ഈക്വൽ ടു 360 എത്ര തീറ്റ ഇവിടെ? 90. അപ്പൊ 90 മൈനസ് 1, അപ്പോ 4 മൈനസ് 1 ഈക്വൽ ടു എന്താണ്? 3 കിട്ടി. അപ്പൊ 3 ഇമേജ് ആണ്, 3 പ്രതിബിംബങ്ങളാണ് എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടി. ഇതിന്റെ കൂടെ തന്നെ മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണെന്ത്, തീറ്റ ഈക്വൽ ടു 360/n+1. അഥവാ തീറ്റ കാണാൻ പറഞ്ഞാലോ അല്ലെ, കാണാൻ പറയും. അപ്പൊ ഈ ഇക്വേഷനോട് മക്കൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഈ രണ്ട് ഇക്വേഷൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. ഓക്കെ, യെസ്. അടുത്തതായിട്ട് മക്കളെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അഥവാ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയാണ്. അപ്പൊ മക്കള് ഈ ഒരു പിക്ചറിലേക്ക് നന്നായിട്ട് എന്ത് ചെയ്യുക, നോക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മിററിന്റെ ഒറിജിൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതിന്റെ പോളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പോൾ കാണുന്നുണ്ടല്ലോ അല്ലെ? പോൾ നമ്മൾ കാണുന്നുണ്ട്. ഈ പോൾ എന്ന് പറഞ്ഞ സാധനമാണ് ഒറിജിൻ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ മലയാളത്തിൽ മൂലബിന്ദു എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ദൂരവും അളക്കേണ്ടത് ഒറിജിനിൽ നിന്നാണ്, അല്ലെങ്കിൽ മൂലബിന്ദുവിൽ നിന്നാണ്. അപ്പോ ഈ മൂലബിന്ദുവിൽ നിന്ന് നമ്മൾ ഇടത്തോട്ട് അളക്കുന്ന എല്ലാ ദൂരവും നമ്മൾ നെഗറ്റീവ് ആയിട്ട് വേണം എടുക്കാൻ. ഓക്കെ, നന്നായിട്ട് ചിത്രം നോക്കുക. ഇത് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതേപോലെ ആ ഒറിജിനിൽ നിന്ന് വലത്തോട്ട് അളക്കുന്ന എല്ലാ ദൂരവും നിങ്ങൾ എന്തായിട്ട് എടുക്കണം, പോസിറ്റീവ് ആയിട്ട് വേണം എടുക്കാൻ. അതേപോലെ നിങ്ങളൊരു എക്സ് ആക്സിസ് കാണുന്നുണ്ടല്ലോ, ആ എക്സ് ആക്സിസിന് മുകളിലോട്ട് അളക്കുന്ന എല്ലാ ദൂരവും എല്ലാ ഹൈറ്റും നിങ്ങൾ എന്തായിട്ട് എടുക്കണം, പോസിറ്റീവായിട്ടും. താഴോട്ട് അളക്കുന്ന എല്ലാ ഹൈറ്റും നിങ്ങൾ എന്തായിട്ട് എടുക്കണം, നെഗറ്റീവായിട്ട് എന്ത് ചെയ്യണം, എടുക്കണം എന്നുള്ള കാര്യം മക്കള് മറക്കാൻ പാടില്ല. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് യു, എന്താണ് വി, എന്താണ് എഫ്, എന്താണ് ആർ, എന്താണ് HO, എന്താണ് HI. ഈ കാര്യങ്ങളൊക്കെ മക്കൾ നിർബന്ധമായിട്ട് പഠിക്കണം. അപ്പൊ ആദ്യം നമുക്ക് യു എന്ന് തുടങ്ങാം. എന്താണ് യു എന്ന് പറഞ്ഞാൽ? യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ വസ്തുവിലേക്കുള്ള ദൂരാണ്. ഓക്കെ, ഇനി വി എന്ന് പറഞ്ഞാൽ എന്താ? ഇമേജ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരാണ്. ഓക്കെ അല്ലെ? ഇനി എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരാണ്. ഇനി ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രത ആരമാണ്. ഇനി രണ്ടെണ്ണുള്ളത് HIയും HOയും. HI എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബത്തിന്റെ ഉയരമാണ്. HO എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് അല്ലെങ്കിൽ വസ്തുവിന്റെ ഉയരമാണ്. ഈ സാധനം മക്കൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മളെ ഈ കോൺകേവിന്റെയും കോൺവെക്സിന്റെയും യുവും വിയും എഫും HIയും HOയും ഒക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. പോസിറ്റീവ് എടുക്കണോ നെഗറ്റീവ് എടുക്കണോ, ആ കാര്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാൻ പോവാണ്. കറക്റ്റ് കേട്ടിരിക്കുക. നമ്മൾ കോൺകേവ് മിറർ ഇവിടെ ഉണ്ട്, കോൺവെക്സ് മിറർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും യു എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തു എവിടെ വെക്കുക, ലെഫ്റ്റ് സൈഡിലെ വെക്കുക അല്ലെ? അപ്പൊ ലെഫ്റ്റിലേക്ക് അളക്കുന്ന, ഇടതുഭാഗത്തേക്ക് അളക്കുന്ന എല്ലാ ദൂരവും നമ്മൾ എന്തായാലും എടുക്കണം മക്കളെ, നെഗറ്റീവ് ആയിട്ട് വേണം എടുക്കാൻ. സെറ്റ് അല്ലേ? അപ്പോ യു എന്ന് പറഞ്ഞാൽ കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സെറ്റ് ആണേ. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ HO ആണ്, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് അല്ലെങ്കിൽ വസ്തുവിന്റെ ഉയരം. വസ്തു എപ്പോഴും നമ്മൾ മുകളിലോട്ട് മാത്രമേ വെക്കുള്ളൂ. അപ്പോ HO എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ആണെങ്കിലും പോസിറ്റീവ് ആയിരിക്കും, കോൺവെക്സ് ആണെങ്കിലും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി അടുത്ത ആള് എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ? അടുത്തെന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരാണ്.
ഒരു കോൺകേവ് മിറർ അഥവാ കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം നെഗറ്റീവ് ആയിരിക്കും, മറക്കരുത്. ഒരു കോൺവെക്സ് മിറർ അഥവാ കോൺവെക്സ് ദർപ്പണമാണെങ്കിൽ അതിന്റെ ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി ബാക്കിയുള്ളത് വെറും രണ്ടാളുകൾ. ആരൊക്കെയാണ്? വിയും എച്ച് ഐയും. വി എന്ന് പറഞ്ഞാൽ എന്താ? ഇമേജ് ഡിസ്റ്റൻസ്. എച്ച് ഐ എന്ന് പറയുന്നത് എന്താ? ഹൈറ്റ് ഓഫ് ദി ഇമേജ്, അല്ലെങ്കിൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിന്റെ ഉയരവും. ഇത് രണ്ടെണ്ണം ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റും. വിയും എച്ച് ഐയും ഇവിടെ പോസിറ്റീവും നെഗറ്റീവും ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഒരു കോൺകേവിൽ വിയും എച്ച് ഐയും എപ്പോഴാണ് പോസിറ്റീവ് ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിർച്വൽ അഥവാ മിഥ്യാ പ്രതിബിംബം ആവുന്ന സമയത്താണ് പോസിറ്റീവ് ആവുക. എപ്പോഴാണ് നെഗറ്റീവ് ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ അഥവാ യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാവുന്ന സമയത്താണ് വിയും എച്ച് ഐയും എന്താവുക? നെഗറ്റീവ് ആവുക. ഇനി ഇവിടെ ഒരു കൺഫ്യൂഷനും വേണ്ട. വിയും എച്ച് ഐയും എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ആര് മാത്രമേ നെഗറ്റീവ് ഉള്ളൂ? യു മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്താണ്? പോസിറ്റീവ് ആണ് എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ പ്രാപ്തരായി. ഓക്കെ, ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം ഇക്വേഷൻ ആണ്. എന്ത് ഇക്വേഷൻ? മിറർ ഇക്വേഷൻ അഥവാ ദർപ്പണ സമവാക്യം എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോ ദർപ്പണ സമവാക്യം ഇതാണ്. എന്താണ്? 1/f = 1/u + 1/v എന്നാണ് ദർപ്പണ സമവാക്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഇനി ഒരു 3 ഇക്വേഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ 1/1 എന്ന് പറയുന്ന സമയത്ത് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് വേണ്ടി മാത്രം 3 ഇക്വേഷൻ എക്സ്ട്രാ. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ f = u × v/u + v. രണ്ടാമത്തെ ഇക്വേഷൻ v = uf/u - f. And the third one is u = vf/v - f. ഈ 3 ഇക്വേഷൻ കൂടി മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഇതായിട്ട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇതിന്റെ കൂടെ തന്നെ വരുന്നൊരു ചോദ്യമാണ് മാഗ്നിഫിക്കേഷൻ അഥവാ ആവർധനം. എന്താണ് മാഗ്നിഫിക്കേഷൻ? മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട്, അല്ലെങ്കിൽ പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാതം ആണ് എന്ത്? മാഗ്നിഫിക്കേഷൻ അഥവാ ആവർധനം. മാഗ്നിഫിക്കേഷൻ കാണാൻ എത്ര ഇക്വേഷൻ ഉണ്ട്? 2 ഇക്വേഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ ആണ് m = hi/ho. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ ആണ് m = -v/u. ഈ 2 ഇക്വേഷനും മക്കൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഓക്കെ, മറന്നു പോകാൻ പാടില്ല. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. എപ്പോഴാണ് മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം പോസിറ്റീവ് ആവുക? എപ്പോഴാണ് നെഗറ്റീവ് ആവുക? മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം പോസിറ്റീവ് ആവുക ഇമേജ് വിർച്വൽ അഥവാ മിഥ്യാ പ്രതിബിംബം ആവുമ്പോഴാണ്. എപ്പോഴാണ് മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം നെഗറ്റീവ് ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമേജ് അഥവാ പ്രതിബിംബം റിയൽ അഥവാ യഥാർത്ഥമാവുമ്പോഴാണ് എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യരുത്? മറക്കാൻ പാടില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രകാശത്തിന്റെ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സിലുള്ള ഇക്വേഷൻസ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്? നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ആദ്യം പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അഥവാ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ കാര്യം നേരത്തെ പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴാണ് ഒരു കോൺവെക്സ് ലെൻസിന്റെ എഫും യുവും വിയും എച്ച് ഐയും എച്ച് ഒയും ഒക്കെ പോസിറ്റീവ് ആവുക, എപ്പോഴാണ് കോൺകേവിനത് പോസിറ്റീവ് ആവുക നെഗറ്റീവ് ആവുക എന്നുള്ള കാര്യം വളരെ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അപ്പം ഇവിടെ കോൺവെക്സ് ലെൻസ് ഉണ്ട്, ഇവിടെ കോൺകേവ് ലെൻസ് ഉണ്ട്. മക്കളെ, കോൺകേവ് ലെൻസ് ആയിക്കോട്ടെ കോൺവെക്സ് ലെൻസ് ആയിക്കോട്ടെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും മക്കളെ? നെഗറ്റീവ് ആയിരിക്കും. സെറ്റ് അല്ലേ? ഇനി രണ്ടാമത്തെ ആരാണ്? HO എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ വസ്തുവിന്റെ ഉയരാണ്. അത് കോൺവെക്സ് ആയാലും കോൺകേവ് ആയാലും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നോ ഡൗട്ട്. ഈസി അല്ലേ? ഇനി അടുത്തത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം കോൺവെക്സ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്, കോൺകേവ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്. എങ്ങനെ കിട്ടി? ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. സെറ്റ് ആണല്ലോ? ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് v ആണ്. v എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺവെക്സിൽ പോസിറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്, നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. എപ്പോഴാണ് പോസിറ്റീവ് ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ അഥവാ യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാവുമ്പോഴാണ്. എപ്പോഴാണ് നെഗറ്റീവ് ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിർച്വൽ അഥവാ മിഥ്യാ പ്രതിബിംബം ഉണ്ടാവുന്ന സമയത്താണ് എന്താവുക മക്കളെ? നെഗറ്റീവ് ആവുക എന്ന് മറക്കരുത്. ഇനി ഇവിടെ ഒരു ഡൗട്ടും വേണ്ട, v എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നോ ഡൗട്ട്. ഓക്കെ, ഇനി ഇവിടെ
HI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. എപ്പോൾ പോസിറ്റീവ് ആവും? പോസിറ്റീവ് ആവുക എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിർച്വൽ ഇമേജ് ആവുന്ന സമയത്ത്, മിഥ്യാപ്രതിബിംബം ആവുന്ന സമയത്ത് പോസിറ്റീവ് ആവും, അല്ലെങ്കിൽ റിയൽ അഥവാ യഥാർത്ഥ ആവുന്ന സമയത്ത് എന്താവും? നെഗറ്റീവ് ആവും എന്നുള്ള കാര്യം മക്കള് മറക്കാൻ പാടില്ല. ഇവിടെയോ? ഇവിടെ HI എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഈ കാര്യം മക്കൾ മൈൻഡിൽ വെക്കണം. സെറ്റ് അല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ ലെൻസ് ഫോർമുലയാണ് പറയാൻ പോകുന്നത്. എന്താണ് ലെൻസ് ഫോർമുല? 1/f = 1/v - 1/u ആണ് എന്ത്? ലെൻസ് ഫോർമുല എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഇനി ഇതിന്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 ഇക്വേഷൻ ഞാൻ പഠിപ്പിക്കുകയാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ കണക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ബോധം കിടുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് 3 ഇക്വേഷൻ വേറെ പറയാൻ കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ f = uv/u - v. ഓക്കെ. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? v = uf/u + f. And the third equation = u = എന്താണ്? fv/f - v ആണ് എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. സെറ്റ് ആണല്ലോ. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം പറയുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2 ഇക്വേഷൻ ആണ് പഠിക്കാനുള്ളത് നേരത്തെ പോലെ തന്നെ. ഓക്കെ. ഒന്നാമത്തെ ഇക്വേഷൻ m = hi/ho, സെയിം. സെക്കൻഡ് വൺ ഈസ് m = v/u. ഇവിടെ പ്ലസ് ആണ് എന്നുള്ള കാര്യം ഓർക്കണം. അവിടെ എന്തായിരുന്നു? മൈനസ് ആയിരുന്നു എന്നുള്ള കാര്യം ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. പക്ഷേ കണ്ടീഷൻ ഒക്കെ സെയിമാ. മാഗ്നിഫിക്കേഷൻ എപ്പോഴാണ് പോസിറ്റീവ് ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിർച്വൽ അഥവാ മിഥ്യാപ്രതിബിംബം ആവുമ്പോഴാണ് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആവുക. എപ്പോഴാണ് മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം നെഗറ്റീവ് ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതിബിംബം അല്ലെങ്കിൽ റിയൽ ഇമേജ് ഉണ്ടാവുന്ന സമയത്താണ് എന്താവുക? നെഗറ്റീവ് ആവുക എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പവർ ഓഫ് എ ലെൻസ് ആണ്. ഉറപ്പായിട്ട് ചോദിക്കട്ടോ. പവർ ഓഫ് എ ലെൻസ് എന്തായാലും എക്സാമിന് ചോദിക്കും. വാട്ട് ഈസ് പവർ ഓഫ് എ ലെൻസ്? പവർ ഓഫ് എ ലെൻസ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്, അല്ലെങ്കിൽ ഫോക്കസ് ദൂരത്തിന്റെ വിക്രമത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പവർ എന്ന് വിളിക്കുക. ഓക്കെ. അപ്പോൾ ഈ പവർ ഓഫ് എ ലെൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെക്കണം. എന്താണ്? p = 1/f എന്നാണ് ആ ഇക്വേഷൻ. ഓക്കെ. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് പഠിക്കണം? f = 1/p എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിക്കണം. ചിലപ്പോൾ നേരെ തിരിച്ച് ചോദിച്ചാലോ. ഓക്കെ. അപ്പോൾ പവർ ഓഫ് എ ലെൻസിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റ് കൂടി ഞാൻ ആഡ് ചെയ്യാണ്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അത് കോൺവെക്സ് ലെൻസ് ആണ്. പവർ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അതെന്താണ്? കോൺകേവ് ലെൻസ് ആണ്. ഇതിന്റെ കൂടെ ഒരു പോയിന്റ് കൂടി, ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം നിങ്ങൾ മീറ്ററിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കണക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളെ ഈ 2 വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയാണ്. നിങ്ങളെ എല്ലാ റെസ്പോൺസിനും, ആദ്യ വീഡിയോന്റെ എല്ലാ റെസ്പോൺസിനും നന്ദി പറയാണ്. ഈ വീഡിയോ ഇതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. എക്സാം നല്ല രീതിയിൽ എഴുതുക. ഫുൾ A+ വാങ്ങുക. താങ്ക് യു. ബൈ.